സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിനിടെ അവധി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു രജിസ്ട്രാർ KS അനിൽകുമാർ. ഇന്ന് മുതൽ അവധി ആവശ്യപ്പെട്ടാണ് കത്ത്. ദേഹാസ്വാസ്ഥ്യവും രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുമാണ് അവധി അപേക്ഷിക്കാനുള്ള കാരണം. വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്നലെ ചുമതലയേറ്റ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനാണ് അപേക്ഷ അയച്ചത്. ഹാൻസെ, പറയാം വിവരങ്ങൾ. സേതു, കേരള സർവകലാശാല വിഷയങ്ങൾ വലിയ ട്വിസ്റ്റിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് നോട്ടീസ് നൽകിയത്, വിലക്ക് കൽപ്പിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഈ വിലക്കിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം താൻ അംഗീകരിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ തുടരുകയാണെന്നും രജിസ്ട്രാറിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ താങ്കൾക്ക് ഏർപ്പെടാനുള്ള അധികാരമില്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർവകലാശാല ആസ്ഥാനത്ത് വിലക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി സിസ തോമസ് നോട്ടീസ് അയച്ചത്. ഇതിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ അവധി അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് KS അനിൽകുമാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് ചുമതലയേറ്റ താൽക്കാലിക വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനാണ് കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 9 അഥവാ ഇന്നു മുതൽ ചെറിയൊരു കാലയളവിലേക്ക്, എത്ര ദിവസം വരെയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ കുറച്ചൊരു കാലയളവിലേക്ക് തനിക്ക് അവധി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ മോഹനൻ കുന്നുമ്മലിന് കത്തയച്ചിട്ടുള്ളത്. ഈ കത്തിൽ പറയുന്നത് ദേഹാസ്വാസ്ഥവും രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലും മൂലം തനിക്ക് കുറച്ച് ദിവസത്തെ അവധി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ അതിനോടൊപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും ഈ അപേക്ഷയിൽ ആവശ്യപ്പെടുന്നു. കൂടാതെ ഈ സസ്പെൻഷൻ വിവാദം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കത്തിന് മറുപടിയായി വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥൻ്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് മറുപടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കേരള സർവകലാശാലയിലെ ഈ ഭരണ പ്രതിസന്ധി വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷത്ത് വൈസ് ചാൻസലർ നിയോഗിച്ചിട്ടുള്ള ഡോക്ടർ മിനി കാപ്പന് ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായി ചുമതലയുള്ള KS അനിൽകുമാർ ഇത്തരത്തിൽ അവധി ആവശ്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ അനിൽകുമാറിന് വിലക്ക് കൽപ്പിക്കുന്നു. വളരെ വലിയൊരു സങ്കീർണതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനോടൊപ്പം തന്നെ രാജ്ഭവൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഉള്ള ചോദ്യം നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ നാടകീയമായ സംഭവങ്ങൾ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ഇതെല്ലാം ബാധിക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണെന്നുള്ള കാര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. രജിസ്ട്രാർ അവധിയിൽ പ്രവേശിക്കുന്നു, രജിസ്ട്രാർ ഇല്ലാത്ത സ്ഥിതി നിലനിൽക്കുന്നു. ഇത്തരത്തിൽ വരുന്ന വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളെയാണ് ബാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ മുഖാന്തരമുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും തനിക്ക് അയക്കരുത് എന്നുള്ള നിലപാടിൽ വൈസ് ചാൻസലർ നിലനിൽക്കുന്നു. എല്ലാ സർട്ടിഫിക്കറ്റുകളും നേരിട്ട് അയക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ വലിയ സങ്കീർണതയിലേക്കാണ് സർവകലാശാലയിലെ വിഷയങ്ങൾ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സേതു, തീർച്ചയായും ഹാൻസ്, അങ്ങനെ തന്നെയാണ്. സങ്കീർണതകളിലേക്ക് പോകുന്നു സർവകലാശാലയിലെ കാര്യങ്ങൾ. ഒരു വശത്ത് ഗവർണറും വൈസ് ചാൻസലറും ഒക്കെ നിലപാടെടുക്കുന്നു, മറ്റൊരു വശത്ത് രജിസ്ട്രാറും SFIയും സർക്കാരും അടക്കമുള്ള ആളുകൾ, CPM അടക്കം അവിടെ ഒരു വശത്ത് നിലകൊള്ളുന്നു. പക്ഷേ ഇതൊക്കെ ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിലെ പരമമായ സത്യം.